इस धर्म का आचरण करना, अपने अपने संप्रदाय ने जो बताया है उसको श्रद्धापूर्वक आचरण करना, लेकिन उस सनातन धर्म की चौखट को याद रखना। उसका वर्णन श्रीमद् भागवतम में है। धर्म के 4 पैर है: सत्य, करुणा, शुचिता, तपस। परिश्रम पूर्वक अपने चित्त की शुद्धि करते हुए, सबके प्रति अपनापन रखते हुए, करुणा का व्यवहार करते हुए सत्य को प्राप्त करना, इस चौखट में जो जो है वो धर्म है। देश काल परिस्थिति बदल जाती है तो आचार धर्म की कुछ बातें इस चौखट के बाहर जाती है, उनको छोड़ना चाहिए, और इसलिए स्मृतियां बनती है। देश काल परिस्थिति के परिवर्तन के अनुसार आचार धर्म के परिवर्तन के लिए श्री नारायण स्मृति में प्रकट रूप से इसका पुरस्कार किया है कि भेद सब छोड़ो, जात पात भेद नहीं है, भेदपूर्वक आचरण मत करो, सब अपने हैं, कोई उच्च नीच नहीं है, सबको समान अवसर होना चाहिए। ये काल की आवश्यकता है। सत्य, करुणा, शुचिता, तपस की चौखट में अस्पृश्यता नहीं है, ऊंच नीच का भेद नहीं है, इसने ये नहीं करना, इसने वो नहीं करना, ऐसा निषेध नहीं है। ऐसा अगर है तो वो आज अधर्म है। ये विवेक धर्म का करके अपने अपने मार्ग पर श्रद्धा से चलो, दूसरों के मार्ग का भी उतना ही सम्मान करो, उतनी ही श्रद्धा रखो। ये धर्म बताता है, वो धर्म हिंदू का स्वभाव है। और इसलिए हिंदू एक होगा तो विश्व कल्याण होगा। लेकिन हिंदू एक होगा कैसे? इतना विशाल हिंदू समाज इतने दिनों से विभक्त होकर आपस में लड़ रहा है, वो एक होगा कैसे? ഈ ധർമ്മത്തെ നമ്മൾ കൃത്യമായി വിലയിരുത്തണം. അവരവരുടെ ധർമ്മത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ആ മാർഗത്തിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അതാണ് ധർമ്മം. ഭാഗവതം ധർമ്മത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും, അതിൻ്റെ ഒരു ചട്ടക്കൂടിനെ നിർണ്ണയിക്കുന്നുണ്ട്. സത്യം, കരുണ, ശുചിത്വം, തപസ്. ഇത് 4മാണ് ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ 4 തൂണുകൾ. അതിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. ഇത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മത്തിൻ്റെ ഈ ചട്ടക്കൂടിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തെ പാലിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് ധർമാനുഷ്ഠാനമാണ്. എന്നാൽ ഏതെങ്കിലും കാര്യം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ധർമാചരണത്തിൽ ഈ ചട്ടക്കൂടിന് പുറത്താണ് അത് എങ്കിൽ ഒരു സംശയവും വേണ്ട, അതിനെ ഉപേക്ഷിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. ഈ ധർമ്മത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്താണ് എങ്കിൽ. ശ്രീനാരായണ സ്മൃതിയിൽ ഗുരുദേവൻ വർണ്ണിക്കുന്നതും ഇത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, ജാതിഭേദം, ഉച്ചനീചത്വം, തൊട്ടുകൂടായ്മ ഇത്യാദി എല്ലാം തന്നെ ഈ ധർമ്മത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്തുള്ളവയാണ്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം, അത് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. സത്യവും കരുണയും ശുചിത്വവും തപസ്സും, അതിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും അസ്പൃശ്യത, തൊട്ടുകൂടായ്മയില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഭേദമില്ല. അതുകൊണ്ട് ആ ജാതി ചിന്ത ധർമാനുഷ്ഠാനത്തിൻ്റെതായ ചട്ടക്കൂടിന് പുറത്താകയാൽ അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അതേതെങ്കിലും കാരണവശാൽ നമ്മുടെ ആചാരങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മളതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവരവരുടെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു വസ്തുതയെ നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം. ഇതാണ് ഹിന്ദുധർമ്മത്തിൻ്റെ സ്വഭാവം എന്ന് നേരത്തെ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഈ ഹിന്ദു ധർമ്മം എന്നത് സമ്പൂർണ്ണ വിശ്വത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹിന്ദു, ഇങ്ങനെയുള്ള ഹിന്ദു, ഇത്തരം സ്വഭാവത്തോടു കൂടിയ ഹിന്ദു എങ്ങനെയാണ് ഒരുമിക്കുക സാധ്യമാവുന്നത് എങ്ങനെയാണ്? കാരണം കാലങ്ങളായി ഹിന്ദു സമൂഹം വിഘടിച്ച് തന്നെ നിൽക്കുകയാണ്, വേറെയായി നിൽക്കുകയാണ്. അതിനെ സംഘടിപ്പിക്കാനുള്ള മാർഗം എന്താണ്? അതാണ് ചിന്തിക്കാനുള്ളത്. तो पहला उपाय है आत्म परिचय याद रखना। उससे 2 बातें होती है, शक्ति जागृत होती है, एकता का भी भान आता है। हनुमान जी
दक्षिण सागर के तट पर निराश होकर बैठ गए सब वानर वीरों के साथ। समुद्र पार कौन जा सकता है? जाम्बुवान वृद्ध हो गए, अंगद राजकुमार है उसको भेज नहीं सकते, बाकी सब लोग पूरा 100 योजन जाके वापस नहीं आ सकते, कौन जाएगा? हनुमान की अपनी शक्ति थी, लेकिन वो अपने परिचय को भूल गए थे। तब जाम्बवान जी ने हनुमान जी को उन्हीं का परिचय बताया। जब उनको स्मरण हुआ अपने परिचय का, तो उनकी शक्ति जागी, आकार पर्वताकार हो गया और महेंद्र पर्वत से छलांग लगाकर मार्ग में 4 विपदाओं का प्रतिकार करते हुए लंका पहुंचे, सीता जी को खोज लिया, राम का संदेश सुना दिया, रावण के सारे राजधानी का अता पता निकाल लिया, विभीषण जैसा मित्र खोज लिया और रावण को राम का संदेश सुनाकर रावण के और राक्षसों के मन में राम की सामर्थ्य की धाक बनाने के लिए लंका दहन करके वापस आ गए। इतना सारा पराक्रम एक आत्मविस्मृति के दूर होने से जागृत हुआ। हमको ये समझना चाहिए हम कौन है? हम हिंदू हैं, यानी हिंदू स्वभाव वाले हैं, अलग अलग दिखते हैं लेकिन एक ही धर्म को मानने वाले, क्योंकि धर्म तो एक ही है, वही मानव धर्म है, वही सनातन धर्म है, वही हिंदू धर्म कहलाता है। उसको मानने वाले हम लोग हैं। हमारे पास सत्य है, विविधता ऊपर की बात है, एकता अंदर का सत्य है। हमारे पास करुणा की दृष्टि है। रास्ते से मैं अभी कॉन्वॉय में जाना पड़ता है मुझे, तो कभी कभी रास्ते पर छोटे छोटे कुत्ते के बच्चे खेलते हैं, वो बीच में आ जाते हैं, हमारा कॉन्वॉय रुक जाता है, उनको इधर उधर होने देता है, फिर बीच में से जाता है। नागपुर में एक बार यूरोपियन प्रतिनिधि मंडल आया था और ऐसे ही बस से नागपुर घूमने के लिए जा रहे थे। ट्रैफिक लाइट के पास ट्रैफिक लाइट हरा हो गया, लेकिन फिर भी गाड़ियां रुकी क्यों? तो एक कुत्ता जा रहा था, धीरे धीरे क्रॉस कर रहा था, उसके लिए सारा ट्रैफिक रुका था। वो जाने के बाद शुरू हो गया। यूरोपियन लोगों ने बताया ड्राइवर को कि हमारे वहाँ ऐसा होता तो हम उस कुत्ते को मार डालते, उस पर से ट्रक चलाते। हमारे यहाँ ऐसा नहीं होता है। हम हिंदू हैं, हमारी दीर्घ परंपरा है, महान वीरों की परंपरा है, महान संतों की परंपरा है, महान समाज सुधारकों की परंपरा है। सबने इसी सनातन धर्म को देश काल परिस्थिति अनुसार हम आचरण करें, इसलिए प्रयास किया है और इसलिए हम पराक्रमी हैं। हम नहीं कर सकते ऐसी कोई बात नहीं। और हमारे पास सत्य है, और वो सत्य ये बताता है कि जड़ चेतन चराचर सृष्टि में केवल भगवान है, केवल परमेश्वर है और कोई नहीं। एक भगवान है कि अनेक भगवान है, ये विवाद ही हमारे यहाँ नहीं है। हमारे यहाँ कहते हैं केवल भगवान ही है, सर्वम खलु इदम ब्रह्मम। तो जो सामने आता है वो मेरा अपना है। वो पैसा कम कमाता है कि ज्यादा कमाता है, किस घर में जन्मा है, कौन सा काम करता है, ये सब बाहर की दुनिया की बातें हैं। मेरे पास सत्य है, वो मेरा अपना है। एक ही परमात्मा के हम दोनों अंश है। इस प्रकार से व्यवहार करना, धर्म के व्यवहार से धर्म बढ़ता है, और धर्म का रक्षण करते हैं तो धर्म अपनी रक्षा करता है। आचारात प्रभवो धर्मा, धर्मो रक्षति रक्षिता। उस धर्म का आचरण हम शुरू कर देंगे। सत्य को, अपने आत्म परिचय को फिर से जानकर, शक्ति का आत्मविश्वास मन में लेकर, सब दूर सद्भावना के साथ सारी दुनिया को धीरे धीरे जोड़ेंगे, वसुधैव कुटुंबकम तक जाएंगे, तो हिंदू समाज विश्व का गुरु समाज बनेगा। इसमें कोई दो राय हो नहीं सकती। ആദ്യത്തെ ഉപായം എങ്ങനെയാണ് ഹിന്ദു സമൂഹം ഒരുമിക്കുക, മുന്നോട്ട് പോവുക എന്നതിന് ആദ്യത്തെ ഉപായം നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്.
ആത്മവിസ്മൃതിയിൽ നിന്നും മുക്തരാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലെ ആദ്യത്തെ ഘടകം നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ കരുത്തെന്താണ്, നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. രാമായണത്തിലെ ഹനുമാൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ലങ്കയിലേക്ക് സമുദ്ര കടന്ന് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ അവിടേക്ക് ചാടിക്കടക്കാനുള്ള കരുത്ത് ആർക്കുണ്ട് എന്നതിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ശക്തിയെക്കുറിച്ച് പറയുന്നു. അതിൽ അംഗദനൊക്കെ അങ്ങോട്ട് പോകാൻ കഴിയും, തിരിച്ചു വരാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിനെല്ലാ ശക്തിയുള്ള ആൾ, കടക്കാൻ വേണ്ടുന്നത്ര ശക്തിയുള്ള ഹനുമാനാകട്ടെ അതിൽ നിന്ന് വിമുഖനായി മാറിയിരിക്കുകയാണ്. കാരണം തൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് ജാമ്പവാൻ ഹനുമാനോട് ഹനുമാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. തൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞതോടുകൂടി, ആത്മവിസ്മൃതിയിൽ നിന്ന് മുക്തനായതോടുകൂടി ഹനുമാൻ്റെ ആകാരം പർവ്വതാകാരമായി മാറി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയായി ഹനുമാൻ പരിവർത്തനം ചെയ്യുന്നു. മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് മുകളിൽ നിന്ന് അദ്ദേഹം ലങ്കയിലേക്ക് ചാടി. ചരിത്രം നമുക്കറിയാം. എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളെയും എല്ലാ വിധത്തിലുള്ള ബാധകളെയും അവഗണിച്ചുകൊണ്ട് അതിനെയെല്ലാം കടന്ന് അദ്ദേഹം ലങ്കയിൽ എത്തിച്ചേരുന്നു. സീതാദേവിയെ കാണുന്നു എന്ന് മാത്രമല്ല, ലങ്ക എന്താണ് എന്ന് തിരിച്ചറിയുകയും അവസാനം ലങ്കയിൽ രാമൻ്റെ സന്ദേശം രാവണന് തന്നെ അറിയിക്കുകയും രാമൻ്റെ കരുത്ത് അവർക്ക് ബോധ്യപ്പെടാൻ, രാമൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള ആഘാതം അവരുടെ ഉള്ളിലേൽപ്പിക്കാൻ പോന്നവണ്ണം ലങ്ക മുഴുവൻ ചുട്ടുകരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അത് എങ്ങനെയാണ് ഹനുമാൻ അത് സാധിച്ചത്? പറഞ്ഞു, ആത്മവിസ്മൃതിയിൽ നിന്ന്, മറവിയിൽ നിന്ന് സ്വയം ഉയരുക, താൻ ആരാണ് എന്ന് ബോധ്യപ്പെടുക. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യം അതാണ്. നമ്മൾ ആരാണ് എന്ന് ബോധ്യപ്പെടുക. നമ്മൾ ഹിന്ദുക്കളാണ്, സനാതന ധർമ്മവിശ്വാസികളായ വീരപരാക്രമികളാണ്. നമ്മുടെ പാരമ്പര്യം അതാണ്, നമ്മുടെ ചരിത്രം അതാണ്. ആ ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ ധർമ്മത്തിൻ്റെ വിശേഷത, സനാതനമായ ശാശ്വതമായ ചിരന്തനമായ ഈ ധർമ്മം ഹിന്ദു ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ധർമ്മമാണ്. അതിൻ്റെ ആ ആദ്യ ഭാഗം സത്യം എന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ചുറ്റുപാടും അനേകം വൈവിധ്യങ്ങൾ കാണുന്നുണ്ട് എങ്കിലും ഉള്ളിലൂടെ നമ്മളെല്ലാവരും ഒന്നാണ്. ഉള്ളിലുള്ള സത്യം എന്നത് ഏകതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇതേപോലെ കരുണ ഹിന്ദുധർമ്മത്തിൻ്റെ വിശേഷതയാണ്, വിശേഷപ്പെട്ട ദൃഷ്ടിയാണ് നമ്മളുടേത്. എല്ലാറ്റിനോടും കാരുണ്യത്തോടു കൂടി പെരുമാറാൻ ഹിന്ദുക്കൾക്ക് സാധിക്കുന്നു. ഒരു ഉദാഹരണം, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് കോൺവോയ് അടിസ്ഥാനത്തിലാണ്. അതായത് പല വണ്ടികൾ ഒരുമിച്ച് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് റോഡിലൂടെ കുറച്ച് നായ്ക്കുട്ടികൾ റോഡ് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കോൺവോയ് നിർത്തുകയാണ്. അവിടെ കോൺവോയ് നിർത്തിയിട്ട് അത് കടന്നു പോകാനുള്ള അനുവാദം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ടാണ്. ആ നായ്ക്കുട്ടിയുടെ മേലെ പോലും നമുക്ക് കാരുണ്യമുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. നാഗപ്പൂരിൽ യൂറോപ്പിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം വരികയുണ്ടായി. അവരവരുടെ പരിപാടിക്ക് വേണ്ടി പുറപ്പെട്ട് പോകുന്ന സമയത്ത് റോഡിൽ വലിയ ബ്ലോക്ക് കാണാനിടയായി. എന്താണ് ആ ബ്ലോക്കിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത്, അവിടെയും ആ റോട്ടിൽ ഒരു നായ്ക്കുട്ടി കിടക്കുന്നു. അതിന് മേലെ കൂടി പോകാതിരിക്കാൻ പതിയെ ആ നായ്ക്കുട്ടി റോഡ് കടന്നു പോകാൻ വേണ്ടി വണ്ടികൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അവർക്ക് വലിയ അത്ഭുതമായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ ആ നായ്ക്കുട്ടിയുടെ മേലെ കൂടി വണ്ടി കയറി വഴി നേരെ മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഇത് നമ്മുടെ കരുണാഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ പാരമ്പര്യം ധീരതയിലും സാഹസികതയിലും പരാക്രമത്തിലും ഊന്നി നിൽക്കുന്നതാണ്. സമൂഹത്തിൻ്റെ പരിഷ്കാരത്തിനു വേണ്ടി, നന്മയിലേക്കുള്ള ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുള്ള ആചാര്യ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ പാരമ്പര്യത്തിൽ ജനിച്ച നമുക്ക് അതേ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഈശ്വരൻ്റെ പേരിൽ തർക്കമില്ല. എൻ്റെ ഈശ്വരൻ, അവൻ്റെ ഈശ്വരൻ, ഒരു ഈശ്വരനാണോ പല ഈശ്വരന്മാരാണോ എന്ന പേരിലുള്ള തർക്കം മറ്റു പലരും നടത്താറുണ്ടെങ്കിലും നമുക്ക് ആ തർക്കമില്ല. കാരണം നമുക്കെല്ലാം ഭഗവാനാണ്. എല്ലാറ്റിലും ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. സർവം ഖലിതം ബ്രഹ്മ, എല്ലാറ്റിലും ബ്രഹ്മം തിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരേ പരമാത്മാവാണ് എല്ലാറ്റിലും ജ്വലിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മം നമ്മൾ ആചരിക്കുന്നു, നമ്മുടെ ആചാരത്തിൽ ഈ ധർമ്മത്തെ കൊണ്ടുവരുന്നു. അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത. നമ്മളെപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ആചാരപ്രഭവോ ധർമ്മ, ധർമ്മം ആചരണത്തിലൂടെയാണ് പ്രഭാവത്തിൽ വരുന്നത്, സ്വാധീനത്തിൽ വരുന്നത്, നിലനിൽക്കുന്നത്.
ധർമ്മോ രക്ഷതി രക്ഷിത. അങ്ങനെയുള്ള ധർമ്മം നമ്മൾ പാലിച്ചാൽ ആ ധർമ്മം നമ്മളെയും പാലിക്കും, നമ്മളെയും രക്ഷിക്കും. ഇങ്ങനെ മുഴുവൻ സമൂഹത്തിലും ഈ നന്മയുടെ അംശത്തെ, ഏകതയുടെ അംശത്തെ, കരുണയുടെ ഭാവത്തോടുകൂടി ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുന്ന ശ്രേഷ്ഠമായ ആ ധർമ്മത്തെയാണ് നാം സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഉയരാൻ കഴിയുന്നത്, മുന്നോട്ട് പോകാൻ കഴിയുന്നത്, വളരുവാൻ സാധിക്കുന്നത്.